ഇവിടെ വിവാദമായിട്ടുള്ള ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം കണ്ണൂർ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ, സർവകലാശാല യൂണിയൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ, കലോത്സവങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദേശവിരുദ്ധത പരിശോധിക്കണം, ദേശവിരുദ്ധമായ എന്തെങ്കിലും പരിശോധിക്കണമെന്ന ഒരു വിവാദ ഉത്തരവ് കണ്ണൂർ സർവകലാശാല ഇറക്കിയിട്ടുണ്ട്. SFI വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നു, 25 വർഷം തികഞ്ഞതാണ് കണ്ണൂർ സർവകലാശാല. ആ 25 വർഷത്തിൻ്റെ പാരമ്പര്യത്തിൽ കണ്ണൂർ സർവകലാശാലയിൽ എവിടെയും ദേശവിരുദ്ധമായ ഒരു പരാമർശങ്ങൾക്കോ ദേശവിരുദ്ധമായ ഒരു കാര്യങ്ങൾക്കോ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ മുന്നോട്ട് വന്നിട്ടില്ല. ദേശവിരുദ്ധത എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ഭരിക്കുന്ന ഭരണകൂടത്തിന് സ്തുതിപാഠകരാണ്, അല്ലെങ്കിൽ അവർക്കെതിരായി ശബ്ദിക്കുന്നവരെ ദേശവിരുദ്ധരായി കാണുകയാണ് ഈ കണ്ണൂർ VC ഉൾപ്പെടെ സ്വീകരിച്ചു പോകുന്ന സമീപനം. ആ സമീപനത്തിനെതിരായിട്ടാണ് SFI ഇത്തരത്തിലുള്ള വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ആ സമരത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, ദേശവിരുദ്ധത അളക്കാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ VCക്ക് അളവുകോൽ SFI നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇതാ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെ വിവാദമായിട്ടുള്ള ഉത്തരവ് ഇവിടെ പിൻവലിക്കുന്നത് വരെ SFI സമരവുമായി ഉണ്ടാകുമെന്നുള്ളത് ഇതാ ഇന്ന് ആ ഉത്തരവ് പിൻവലിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കണ്ണൂരിനകത്ത് വിവാദമായിട്ടുള്ള ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഇനിയുമുണ്ടെങ്കിൽ ഇനിയും VC RSSന് അനുകൂലമായിട്ടുള്ള സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ നേതൃത്വം നൽകുന്നതെങ്കിൽ ഈ പടിത്തട്ട് കടന്ന് മഹാസമരങ്ങൾക്ക് ഈ കണ്ണൂർ സർവകലാശാല വേദിയാകും എന്നുള്ളത് തന്നെയാണ്. വളരെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏറെ വൈകിയിട്ടുണ്ട്. സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും SFIക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ഞങ്ങൾ ആരംഭിച്ച സമരങ്ങളൊന്നും അങ്ങനെയൊന്നും അനാഥപ്പെട്ടു പോകില്ല എന്ന് ഈ നാട്ടിലെ വിദ്യാർത്ഥികളോട് സൂചിപ്പിച്ചു വെക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മുന്നോട്ട് വെച്ച 2 മുദ്രാവാക്യങ്ങൾ കൂടിയുണ്ട്. അവസാന വർഷ വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് ഏഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് പാലയാടേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുത്തത്. ആ തീരുമാനങ്ങളും പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് VC വീണ്ടും ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഉറപ്പിൽ തന്നെയാണ് SFI വിശ്വസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ SFIക്ക് പറയാനുള്ളത്, ഈ വിവാദമായ ഉത്തരവ് ഇവിടെ പിൻവലിച്ച ഈ സാഹചര്യത്തിൽ ഞങ്ങളിതാ ഇവിടെ ഈ സമരം അവസാനിപ്പിക്കുകയാണ്. കേവലമായി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയല്ല, ഇനിയും സംഘപരിവാറിന് അനുകൂലമായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്ന നിലപാട് കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വന്നാൽ നാളെ നിങ്ങളുടെ ചേംബറിനകത്ത് കയറി സമരം ചെയ്യാനും SFI ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചു വെച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായി പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ്.